ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ്. പ്രശാന്ത് അടക്കമുള്ള ഒരു ഭരണസമിതിക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തു വരുന്നത്. SIT ആണ് ഇവരെ പ്രതി ചേർത്തത്. ഇതോടെ ഇടത് സർക്കാരിൻ്റെ 2 ഭരണസമിതിയും 2 മുൻ പ്രസിഡന്റുമാരും പ്രതിയായി മാറിയിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറാണ് ആദ്യം 2019 സ്വർണ്ണക്കൊള്ള കേസുമായി പ്രതി ചേർക്കപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നുണ്ട്. വിശ്വാസവഞ്ചനയും ഗൂഢാലോചനയും അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ A അജികുമാർ അടക്കമുള്ള ഭരണസമിതിയിലെ അംഗങ്ങൾ കൂടി പ്രതിയായിരിക്കുകയാണ്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവാണ് കേസിൽ 1ാമത്തെ പ്രതി. ഉണ്ണികൃഷ്ണൻ പോറ്റി 2ാം പ്രതിയാകും. തന്ത്രി കണ്ഠരര് രാജീവർ 6ാം പ്രതിയായി മാറുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി അടക്കം കേസിൽ പ്രതിയാണ്. നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട, അതായത് ഈ കട്ടിളപ്പാളി കേസും ദ്വാരപാലക ശില്പപ്പാളി കേസുമായി ബന്ധപ്പെട്ട പ്രതി ചേർക്കപ്പെട്ടവർക്കൊപ്പമാണ് ഇപ്പോൾ മറ്റ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിശദമായ അന്വേഷണമാണ് SIT നടത്തി വരുന്നത്. SITയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പ്രതി ചേർത്തവരെയെല്ലാം വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് വിധേയമാക്കും. അതോടൊപ്പം കൂടുതൽ ആളുകളിലേക്കും കേസ് വ്യാപിപ്പിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ശക്തമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളൊരു വിവരമാണ് അറിയുന്നത്. ഏതായാലും 2019 ഗൂഢാലോചനയുടെ തുടർച്ചയാണ് 2025 SIT വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല പഴയ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം PS പ്രശാന്ത് അടക്കമുള്ളവരുടെ ഭരണസമിതി ശ്രമിച്ചു എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും കൃത്യമായ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നതെന്ന് SIT വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പേർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. മഹേഷ് മോഹനരെ അടക്കമുള്ളവരെ അവരുടെ പങ്ക് ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കും. ഏതായാലും വ്യക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് SIT പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.